ഒരു ഇതിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റ് ബി കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ആ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബിഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 33 സെക്ഷൻ എ പ്രകാരമുള്ള നബാർഡ് ഇതിലേക്കുള്ള അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രോഡ് ഫോർവേഡ് ടു ദ അണ്ടർ സെക്ഷൻ 32 അണ്ടർ ഡിഡക്റ്റിംഗ് ദ കറൻറ്റ് ഇയർ. ഓരോ 6 മാസം ലാസ്റ്റ് ആകുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് പരിശോധിപ്പിക്കുക. അതിൻ്റെ പ്രോഫിറ്റ് എങ്ങോട്ട് മാറ്റുക, ആ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റീൻ്റെ കീഴിലുള്ള സ്പെസിഫിക് ആയിട്ട് കൊടുക്കുക. ആൻഡ് സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ട് എന്താണ്? സൈറ്റ് റിക്വയർഡ് കണ്ടീഷൻ. സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ടിനുള്ള എന്തൊക്കെയാണ് പറയുന്നത് കണ്ടീഷന്? എൻഗേജ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് പ്രോസ്പെക്റ്റിംഗ് ഓഫ് പ്രൊഡക്ഷൻ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ബോത്ത് ഇൻ ഇന്ത്യ. ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് പറയുന്നത് സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ടിൽ പറയുന്നത്? പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഓർ എന്തിന് എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ. സെൻട്രൽ ഗവൺമെൻറ് ഹാസ് എൻറ്റേർഡ് ഇൻ ടു അഗ്രിമെൻറ്റ് വിത്ത് സച്ച് എസ് ടാക്സ് പേയർ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ചാർജബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഡെപ്പോസിറ്റ് വിത്ത് SBI ഇൻ എ സ്പെഷ്യൽ അക്കൗണ്ട് ഫോർ ദിസ് സ്കീം. ഈ സ്കീം ഇനിയിപ്പോൾ എന്തൊക്കെ സ്കീമാണ് മിസ് നേരത്തെ പറഞ്ഞത്? പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് ഒക്കെ ആണെങ്കിൽ അതിന് സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലായിരിക്കും. അതിന് പ്രത്യേക ഒരു എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് വിത്ത് SBIയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക വിത്ത് എ സ്പെഷ്യൽ അക്കൗണ്ട് ഫോർ ദി സ്കീം. നെക്സ്റ്റ് പറഞ്ഞ എക്സ്പെൻഡിച്ചർ ഫോർ സയൻറ്റിഫിക് റിസർച്ച്. ഇതാണ് നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് അല്ലേ, കോൺട്രിബ്യൂഷൻ ഓഫ് ഔട്ട്സൈഡ് ഏജൻസീസ് ആണ് പറയുന്നത്. ഇനി എന്താണ് സയൻറ്റിഫിക് റിസർച്ചിന് എന്തൊക്കെയാണ് പറയുന്നത്? സയൻറ്റിഫിക് റിസർച്ച് മീൻസ് ആക്ടിവിറ്റി ഫോർ ദ എക്സ്റ്റൻഷൻ ഓഫ് നോളജ്. എക്സ്റ്റൻഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ നോളജ് കൂടുതലാക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക, കൂടുതൽ വലിച്ചു നീട്ടുക, എക്സ്റ്റെൻഡ് ചെയ്യുക, കൂടുതൽ ദീർഘദൂരത്തിലേക്ക് ആക്കുക. അതെങ്ങനെ ചെയ്യുക? സ്പെസിഫിക് റിസർച്ച് മീൻസ് ആക്ടിവിറ്റി ഫോർ ദ എക്സ്റ്റൻഷൻ ഫോർ നോളജ് ഇൻ ദി ഫീൽഡ് ഓഫ് നാച്ചുറൽ സയൻസ് ഇൻക്ലൂഡിങ് അഗ്രികൾച്ചർ. നാച്ചുറൽ സയൻസിന് കീഴിലൊരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? അഗ്രികൾച്ചർ ആവാം, ആനിമൽ ഹസ്ബൻഡറി ആവാം, ഫിഷറീസ് ആവാം അല്ലേ. സച്ച് റിസർച്ച് മേ ബി ക്യാരിഡ് ഔട്ട് 2 ways. ഇങ്ങനത്തെ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അത് അതിനെ ക്യാരിഡ് വരുന്ന 2 ways, 2 വഴികളാണ്. ഒന്ന് അസസി ഹിംസെൽഫ്, അയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാം. അല്ലാതെ കോൺട്രിബ്യൂഷൻ ടു ഔട്ട്സൈഡേഴ്സ്, മറ്റുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യിപ്പിക്കാം, ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം ഈ 2 രീതിയിൽ എന്ത് ചെയ്യാം, സയൻറ്റിഫിക് റിസർച്ച് ചെയ്യാം. അപ്പം ദർ ആർ 2 ടൈപ്പ് നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലേ, 2 ടൈപ്പ് TWO ടൈപ്പ്. ഒന്ന് ഹിംസെൽഫ്, ഒറ്റയ്ക്ക് ചെയ്യാം, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ബൈ അസസി ഹിംസെൽഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആൻ അസസി ക്യാൻ ക്ലെയിം റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിഡക്ഷൻ. അതിലെന്ത് ക്യാപിറ്റലും എന്തൊക്കെ ക്ലെയിമാണ് കിട്ടുക? റവന്യൂ ക്ലെയിം ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒക്കെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും ഒറ്റക്കാണെങ്കിൽ. റവന്യൂ എക്സ്പെൻഡിച്ചർ സെക്ഷൻ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ എന്താ അതിൽ ഉൾപ്പെടുക? ഹു ക്യാരീസ് ഔട്ട് എനി റിസർച്ച് ഓർ സയൻറ്റിഫിക് നാച്ചുറൽ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആൻഡ് ഇയേഴ്സ് റവന്യൂ എക്സ്പെൻസ് ഓഫ് ദിസ് റിഗാർഡ് ഷാൽ ബി അലൗഡ് ദ ക്ലെയിം വിത്ത് സം എക്സ്പെൻസ് ഓഫ് ഡിഡക്ഷൻ പ്രൊവൈഡ് റിസർച്ച് ഇൻ റിലേറ്റഡ് ദ ബിസിനസ്. ആ എന്താണോ ചെയ്യണം ആഗ്രഹിക്കുന്നത് അതിന് ഗവൺമെൻറ്റിൻ്റെ അതിൻ്റേതായ എല്ലാവിധ റെമ്യൂണറേഷനും നമുക്ക് ലഭിക്കും. All revenue expenditure or purchase of scientific research material and salary of employee including perquisites to employee. എന്താണ് അതിന് മെറ്റീരിയൽ വേണം, കുറേ അല്ലേ സംഭവങ്ങൾ. റിസർച്ച് ചെയ്യുമ്പോൾ കുറേ എന്തൊക്കെ വേണം, അതിൻ്റേതായ ബുക്സ് വേണം, നോട്ട്സ് വേണം, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് വേണം, കുറേ മെറ്റീരിയലൊക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് വരിക. ഓൾ റവന്യൂ എക്സ്പെൻസ് ആയിട്ട് ഇൻക്ലൂഡഡ് ആണ്. Example, if the SSC start the business of although revenue expense scientific research incurred after 25th, also revenue expense from prescribed in authority allowed by deduction for previous year. അപ്പോൾ എങ്ങനെയൊക്കെ എക്സാമ്പിൾ എങ്ങനെയൊക്കെ നോക്കിയാൽ എന്താണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ചിലവോട് കൂടിയാണ് എന്ത് ചെയ്യുന്നതെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. സയൻറ്റിഫിക് റിസർച്ച് അത് എക്യുപ്മെൻറ്റ്സ് ആയാലും മെറ്റീരിയൽ ആണ് എന്താണെങ്കിലും അതൊക്കെ എന്തായിരിക്കും? എക്സ്പെൻഡിച്ചർ ബൈ അവർ government. Okay, then next ഇത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ടേബിൾ 9:2 എന്ന് പറഞ്ഞ ടേബിൾ ലോസസ് ഓഫ് ഇൻസിഡൻ്റൽ ടു ട്രേഡ് എന്ന് പറയുന്ന ഒരു ചാർട്ട് ഉണ്ട്. അത് നിങ്ങൾ കറക്റ്റ് നോക്കി മനസ്സിലാക്കുക. നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാം. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. ദെൻ 9 to 30 എന്ന് പറഞ്ഞ ചാർജബിളി അണ്ടർ ഹെഡ് എന്ന് പറയുന്ന നിങ്ങൾക്കൊരു ഇത് കാണാം.
എന്ത് ഒരു ചാർട്ട് ഉണ്ട്, അതിങ്ങനെ ഒരു നല്ല ടൈമും അതിൻ്റെ ഒരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, കുറേ ചാർട്ടുകൾ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ് ജനറൽ പ്രിൻസിപ്പിൾ ഫോർ അലൗവിങ് ഡിഡക്ഷൻ, ടേബിൾ ഓഫ് റെന്റ്, റേറ്റ്, ടാക്സസ്, റിപ്പയർ, ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതെന്ത് ചെയ്യുക, അതും ആ ടേബിൾ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ഓക്കെ. നെക്സ്റ്റ് ഇതിൽ വരുന്നത് എന്താണ്, സ്പെസിഫിക് ഡിഡക്ഷൻ ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് പോകുമ്പോൾ ലോസസ് അല്ലേ, ബിസിനസ് ലോസസ്. നമ്മൾ ഈ പ്രൊഫഷൻ ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് പ്രൊഫഷന് രണ്ട് വിഭാഗം നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്ത്. അതിലൊക്കെ എങ്ങനെയാണ് വരുന്നത്, പിന്നെ ബൈ കോൺട്രിബ്യൂഷൻ ഓഫ് ഔട്ട്സൈഡ് ഏജൻസീസ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഔട്ട്സൈഡ് ഏജൻസീസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതിൽ. എന്താണ് കോൺട്രിബ്യൂഷൻ ടു ഔട്ട്സൈഡ്, കണ്ടോ മിസ് ഇത് അവിടെ ജസ്റ്റ് വരച്ചിരിക്കുന്നുണ്ട്. എന്താണ് കോൺട്രിബ്യൂഷൻ ടു ഔട്ട്സൈഡ് ഏജൻസീസ് എന്ന് പറയുന്നത്, അതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അതൊരു ടേബിൾ ആയിട്ട് ടേബിൾ എന്ന് മിസ്സോട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ ആ ടേബിൾ സെർച്ച് ചെയ്യണേ, നോക്കണേ. ആ ടേബിളിൽ ജസ്റ്റ് പറഞ്ഞ പേയ്മെന്റ് അണ്ടർ ടു സെർട്ടൺ അസോസിയേഷൻ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിസർച്ച് സെന്റർ ആൻഡ് സ്പെസിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ആ ഒരു സ്പെസിഫിക്കേഷൻ അല്ലെ അത് ഏതാണോ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ്. ഇതിൽ എക്സാമ്പിൾ പറഞ്ഞ സബ്ജക്റ്റ് എന്താണ്, നമ്മുടെ നാച്ചുറൽ സയൻസ് ആണ്. അതൊരു പക്ഷേ എന്താവാം, ആനിമൽ സ്റ്റഡി ആവാം, എന്തെങ്കിലും അത് ഉപയോഗിച്ച് അതിന് റിലേറ്റഡ് എന്ത് സബ്ജക്റ്റ് എടുത്താലും അതിൻ്റെ എക്സ്പെൻഡിച്ചർ ഗവൺമെൻറ്റോട് അതിൻ്റെ കണ്ടന്റ് കൊടുത്തിട്ടുള്ള ടേബിളാണ് എന്ത്, നമ്മുടെ കോൺട്രിബ്യൂഷൻ ഓഫ് ഔട്ട്സൈഡ് ടേബിൾ ഏജൻസി എന്ന് പറയുക. ആ ടേബിൾ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ലൈക്ക് അസെറ്റ് സോൾഡ് വിത്തൗട്ട് യൂസിങ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന ഒരു ടേബിൾ 9 to 3 ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക ടെക്സ്റ്റിൽ. പിന്നെ അമോർട്ടിസേഷൻ ഓഫ് ടെലികോംസ് ലൈസൻസ് ഫീസ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ട് 9.3 തന്നെ. ജനറൽ പ്രിൻസിപ്പിൾസിൻ്റെ മുകളിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതും ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ അറ്റ് ലാസ്റ്റ് amortization of expenditure under voluntary retirement scheme. വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമിൻ്റെ ഒരു ടേബിൾ ഉണ്ട്, മറന്നു പോകരുത്. അത് നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റിൽ കൊടുത്തിട്ട് അലോട്ട് ടു എനി അസസി എനി എക്സ്പെൻഡിച്ചർ പേയ്മെൻറ്റ് ഓഫ് എനി എംപ്ലോയി റിഗാർഡിംഗ് ദിസ് വോളണ്ടറി റിട്ടയർമെൻറ്റ് ഇൻ സ്കീം ഓർ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീം ഉണ്ട്. അതിൻ്റെ കറക്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, അലൗഡ് പർപ്പസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അലോബിലിറ്റിനെ പറ്റിയ ഒരു സെക്ഷൻ ടേബിൾ ഉണ്ട്, പർപ്പസിൻ്റെ ടേബിൾ ഉണ്ട്, പിന്നെ അസസീൻ്റെ ടേബിൾ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഡിഡക്ഷൻ, ടി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് ആൻഡ് സൈറ്റ് റിട്രോസ്പെക്ഷൻ ഫണ്ട്, എക്സ്പെൻഡിച്ചർ ഓഫ് സയൻറ്റിഫിക് റിസർച്ച്, ദെൻ ടെലികോം ലൈസൻസ് ഫീ, ഡിഡക്ഷൻ ഓഫ് റെസ്പെക്ട് ഓഫ് സ്പെസിഫൈഡ് ബിസിനസ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് എന്താണ്, ഒരു സ്പെസിഫൈഡ് ബിസിനസ് ആണ്. നബാർഡിൻ്റെ കീഴിൽ എന്ത് ചെയ്യുക, ഒരു കറക്റ്റ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ബിസിനസ് ആണല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്ത ബിസിനസ് ഏതാണ്, കോഫി, റബ്ബർ ആൻഡ് ടീ. ഈ 3 ബിസിനസ്സും അതിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സസ്, അത് നടത്തിക്കൊണ്ട് പോകുന്ന കാര്യങ്ങൾ, അതിലെ നബാർഡുമായിട്ട് SBI അക്കൗണ്ട് ഒക്കെ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്തു അല്ലേ. നെക്സ്റ്റ് ഇതിൽ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് ഓഫ് ഇഷ്യൂ ഓഫ് 0 bonds ഓഫ് അലൗഡ് ഡിഡക്ഷൻ ഓഫ് പ്രോ ഏരിയ ഓഫ് ബേസിസ്. ഓക്കെ. അലവൻസ്, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പെൻഷൻ സ്കീം. പിന്നെ ആ ഒരു